IELTS മാൻഡേറ്ററി അല്ല, ഡുവലിംഗോ അക്സെപ്റ്റ് ചെയ്യും. സോ ഒത്തിരി സ്റ്റുഡൻസ് പറയാറുണ്ട് IELTS ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ അങ്ങനത്തെ സ്റ്റുഡൻസിന് ഡുവലിംഗോ എടുക്കാം. കമ്പയർ ടു IELTSന് അറൗണ്ട് ഒരു 60,000 നമുക്ക് എക്സാം ഫീസ് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് വീണ്ടും ഒരു 13 days എടുക്കുന്നുണ്ട്. സോ ഇവർ പഠിക്കണമെങ്കിൽ തന്നെ ഒരു നിയർലി ഒരു 50,000 നമ്മൾ ചിലവുണ്ട്. സോ അത് കമ്പയർ ചെയ്യുമ്പോൾ ഡുവലിംഗോ വളരെ ഈസിയാണ്. നമുക്കൊരു ഗ്രാജുവേഷൻ ഒരു MOA വെച്ചിട്ട്, ഐ മീൻ ഒരു ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആണ് അവർ പഠിച്ചെങ്കിൽ നമുക്കൊരു MOA വെച്ചിട്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കാൻ പറ്റൂലേ? സോ ഡോണ്ട് യു ഫീൽ ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്? ഇൻ ടേംസ് ഓഫ് ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങൾ തന്നെയാണെന്നുണ്ടെങ്കിൽ IELTS ഉള്ള സ്റ്റുഡൻസിന് UK ഒട്ടുമിക്ക ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഡ്മിഷൻ എടുക്കാൻ പറ്റും. സെക്കൻഡ്, IELTS ഇല്ല, പക്ഷേ CBSE പഠിച്ചത് ഒരു 70% എൻ്റെ അബവ് ഉണ്ടെന്നുണ്ടെങ്കിൽ, CBSE ICSE 70% അബവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഇൻക്ലൂഡിങ് റസൽ ഗ്രൂപ്പായിട്ട് ഞാൻ പറയുന്നത് എടുക്കാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് സ്റ്റേറ്റ് ബോർഡ് എടുക്കുന്ന യൂണിവേഴ്സിറ്റീസ്. ഇനി ഇതൊന്നുമില്ല, ഫണ്ടുണ്ടോ, പഠിക്കാൻ ക്വാളിഫൈഡ് ആണോ, കയറി പോവാ. Okay, so that's the advantage with main UK. Advantage. So that's why we are getting a lot of students for UK, I feel. Like you are very much in touch with most of the students. Kind in taking a lot of students out of POE. They're being sending you videos. How they are doing right now in Ireland? Like, how about Ireland, Ramya? Like, what are the kind of part-time opportunities students are having? കെയർ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോബ്സ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ അവൈലബിൾ ആണ്. സോ അങ്ങനത്തെ ജോബ്സ് ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. Kind of how much a student can expect, like on a monthly basis, how much he can earn? Nearly Fine, €12 you meant hourly basis? Yes, hourly basis. Okay. So it's kind of like similar. Like, how about Canada? Coming to Canada, നമുക്ക് കൂടുതൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഒരു കാഷ്യർ അങ്ങനെയൊക്കെയാണ് കൂടുതലും ആൾക്കാർ ജോലിക്ക് കയറുന്നത്. ലൈക്ക് ഇപ്പോൾ പല സ്റ്റുഡൻസും പറയുന്നത് കേൾക്കാം, എനിക്കിവിടെ ഇങ്ങനെ എന്താ പറയുക, ഒരു കഫറ്റേരിയ അവിടെ കൂടുതലും അക്കൗണ്ട്സിലോ കാഷ്യറോ ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും അവർക്ക് കൂടുതലും ഓപ്ഷൻസ് കിട്ടുക. ഒരു ബേസിക് പേ എന്ന് പറയുന്നത് അവിടെയും ഒരു 14.80 CAD ഒക്കെ ആയിരിക്കും കിട്ടുക. ആ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് സ്റ്റുഡൻസ്, കാരണം ബേസിക് അത്രയാണ്, പക്ഷെ അവിടെ കൂടുതലും ഇൻകം കൂടുതലായിരിക്കും. ലൈക്ക് അവർക്ക് എന്താ ഇപ്പോൾ ഓരോ മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ വർക്കിനനുസരിച്ച് ബേസിക് പേ കൂട്ടും. അങ്ങനെ ഒരു നല്ലൊരു കാര്യമുണ്ട്. ലൈക്ക് സ്റ്റുഡൻസിന് അതുകൊണ്ട് നല്ല രീതിയിൽ ഇൻകം കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള കൺട്രി വെച്ചിട്ട് ഐ തിങ്ക് കുറച്ചും കൂടെ നമുക്ക് ഇൻകം കിട്ടുന്നത് കാനഡ ആയിരിക്കും. Okay, fine. So but like, and also one more advantage now, 24 hours of work. Over here 20 hours again. Yeah, coming to the scholarships, like a major reason and a major factor when a student tries to select a course at universities is definitely depending upon on a scholarship kind of an amount, right? അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും scholarships അവൈലബിൾ ആണ്. അപ്പോൾ കാനഡയിൽ അവൈലബിൾ ആണ്, അയർലൻഡിൽ അവൈലബിൾ ആണ്. So starting with UK, I could see that like there are a lot of scholarships coming up from most of the universities. ഇപ്പോൾ എല്ലാവരും scholarships കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കുട്ടിക്ക് മാക്സിമം എത്രത്തോളം സ്കോളർഷിപ്പ് ന്യൂൻ്റെ എക്സ്പീരിയൻസിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ കോളേജസിൽ ഇപ്പോൾ നമുക്ക് അവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റും? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഏറ്റവും ഹയസ്റ്റ് സ്കോളർഷിപ്പ് കൊടുത്തിരിക്കുന്നത് 60% ഓഫ് എൻ്റെ ട്യൂഷൻ ഫീസാണ്. ഒരു MBA സ്റ്റുഡൻ്റ് ആയിരുന്നു. പുള്ളിയുടെ പ്രൊഫൈല് 50% താഴെ ചെയ്തുകൊണ്ട് ഒരുപാട് ഏജൻസി പോയിട്ട് ആരും എടുത്തില്ല. അപ്പോൾ പക്ഷേ പ്രൊഫൈൽ 50% താഴെ ചെയ്ത് മാത്രമല്ല, പുള്ളിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നിയർലി 10 years മാനേജറൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് വെരി ഗുഡ് വിത്ത് ഹിസ് ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് SX എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ടു. ആൻഡ് SX MBA എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആൻഡ് വൺസ് അതിനകത്ത് കിട്ടിയപ്പോഴത്തേക്കും പുള്ളിക്കാരന് സ്കോളർഷിപ്പ് കിട്ടിയത് 60% ആണ്. അതായത് 15 ലക്ഷം രൂപ. 25 ലക്ഷം രൂപയുടെ കോഴ്സ് പുള്ളി പഠിക്കുന്നത് ഇപ്പോൾ 10 ലക്ഷം രൂപ പഠിക്കുന്നത്. ഒരു വലിയൊരു വേരിയേഷനാണ്. അതും നല്ല എന്താ പറയുക, വെൽ നോൺ ആയിട്ടുള്ള ഒരു ബാംഗ്ലൂരിൽ പോയിട്ട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു 15-20 ലക്ഷം ആവും. അറ്റ്ലീസ്റ്റ് ഒരു എബോവ് ആവറേജ് കോളേജിൽ പഠിക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് 500 താഴെ റാങ്കിങ് വരുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് SX എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ കോഴ്സുകൾ കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് £12,000 സ്കോളർഷിപ്പ് കിട്ടുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, £7,000 സ്കോളർഷിപ്പ് കിട്ടുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോഴ്സ്. ഈവൻ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സസ് ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിക്ക് വരെ 8,500 സ്കോളർഷിപ്സ് നിയോ കൊടുത്തതായിട്ട് കേട്ടു. ലൈക്ക് അത് ആ സ്റ്റുഡൻറ്റിന്റെ കേസ് വെച്ചാൽ പുള്ളിക്കാരൻ കമ്പ്യൂട്ടർ ഓർഗനൈസ്ഡ് ആയിരുന്നു, പഠിക്കണം താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ BCom ആയിരുന്നു. ഹി ടുക്ക് സം ഷോർട്ട് ടേം കോഴ്സസ്, ഒരു കോഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കോഴ്സ് എടുത്തായിരുന്നു. ആൻഡ് ആ ഒരു നോളജ് വെച്ചിട്ട് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടത് കൊണ്ടാണ് പുള്ളിക്കാരന് കിട്ടിയത്. BCom ചെയ്തൊരു സ്റ്റുഡന്റിന് വരെ നമുക്ക് സ്വിച്ച് ചെയ്യാം. തീർച്ചയായിട്ടും അല്ലേ, നമുക്കൊരു ഇൻഡസ്ട്രി സ്വിച്ച് വേണ്ടിയിട്ട് ഒരു മാസ്റ്റേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാം സൈബർ സെക്യൂരിറ്റിയിൽ എടുക്കാം. then he can get into a job related to cyber security. So that's a great advantage what I could see in UK. അതായത് 9,500 വരുന്നുള്ളൂ. ലൈക്ക് നെറ്റ് ട്യൂഷൻ ഫീസ് എല്ലാ ഫീസും കൂടി close to 10 lakhs അല്ലേ? 10 lakhs. Great. How about in Ireland? അങ്ങനത്തെ ഒരു ഓപ്ഷൻ അയർലൻഡിൽ ഉണ്ടോ?
ആലനിൽ സ്കോളർഷിപ്പ് എല്ലാ കോളേജസും കൊടുക്കുന്നുണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം 1000 to 10,000. ഇപ്പം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഗാൽവേ കോർക്കിലൊക്കെ നിയർലി 10,000 8,000 ഒക്കെ വെച്ച് നമുക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബേസ്ഡ് ഓൺ ദ പ്രൊഫൈലും കൂടെയാണ്, ലൈക്ക് ഇപ്പോൾ ഒരു 70 അബോവ് മാർക്ക് അവർക്ക് UG ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എല്ലാവർക്കും തന്നെ സ്കോളർഷിപ്പിന് എലിജിബിൾ ആണ്. സ്കോളർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 70 and above ഉള്ള കുട്ടികൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഒരു നോർമൽ അഡ്മിഷന് നമുക്കൊരു മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എത്ര പെർസെന്റേജ് വേണം? രണ്ട് യൂണിവേഴ്സിറ്റിയിൽ ലൈക്ക് 55% ആണ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് DBSഉം അതുപോലെ തന്നെ നാഷണൽ കോളേജ് ഓഫ് അയർലൻഡും. ബാക്കി എല്ലാ കോളേജിലും മിനിമം 60% എങ്കിലും UGക്കും PGക്കും വേണം, എങ്കിൽ മാത്രമാണ് അവിടെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. IELTS മാൻഡേറ്ററി അല്ല, ഡുവലിംഗോ അക്സെപ്റ്റ് ചെയ്യും. സോ ഒത്തിരി സ്റ്റുഡൻസ് പറയാറുണ്ട് IELTS ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ അങ്ങനത്തെ സ്റ്റുഡൻസിന് ഡുവലിംഗോ എടുക്കാം. കമ്പയർ ടു IELTSന് അറൗണ്ട് ഒരു 60,000 നമുക്ക് എക്സാം ഫീസ് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് വീണ്ടും ഒരു 13 days എടുക്കുന്നുണ്ട്. സോ ഇവർ പഠിക്കണമെങ്കിൽ തന്നെ ഒരു നിയർലി ഒരു 50,000 നമ്മൾ ചിലവുണ്ട്. സോ അത് കമ്പയർ ചെയ്യുമ്പോൾ ഡുവലിംഗോ വളരെ ഈസിയാണ്. ഒരു 5,000 rupees ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നല്ല നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് തന്നെ എക്സാം എഴുതാം. അത് മാത്രമല്ല 2 daysനുള്ളിൽ റിസൾട്ടും വരും. സോ കമ്പയർ ടു IELTS കുറച്ചും കൂടെ ഡുവലിംഗോ ആണ് കുറച്ചും കൂടി ഈസിയും, പിന്നെ പെട്ടെന്ന് റിസൾട്ടും വരും. ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയും കോളേജസും അയർലൻഡിൽ അക്സെപ്റ്റ് ചെയ്യും ഡുവലിംഗോ. How about scholarships in Canada? സ്കോളർഷിപ്സ് ലിമിറ്റഡ് ആണ്. Okay, but like fees is not that much high. അല്ല, ബിക്കോസ് ഇപ്പോൾ കാനഡ ആയാലും അയർലൻഡ് ആയാലും ഫീസ് ലൈക്ക് UK ആണെങ്കിലും അയർലൻഡ് ആണെങ്കിലും ഫീസ് കുറച്ച് കൂടുതലാണ്. പക്ഷെ കാനഡ വരുമ്പോൾ നമുക്ക് ഫീസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കേണ്ട ആവശ്യം അധികം വരും. 10 lakhs ഒരു കുട്ടിക്ക് ഒരു കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ? 8 lakhsന് ചെയ്യാം. 8 lakhs ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ബെറ്റർ ആണ്. അതുകൊണ്ട് അധികം അവർക്ക് സ്കോളർഷിപ്പ് 8 lakhs തൊട്ടുള്ള കോഴ്സസ് മിനിമം വരുന്നത് PG ഡിപ്ലോമ ഓപ്ഷൻസ് ആണ്. ഡിപ്ലോമ പ്രോഗ്രാംസ് ഏതെടുത്താലും 8 lakhs തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. 1 year ഉണ്ട്, 2 year ഉണ്ട്. 2 yearന് 3 year സ്റ്റേ ബാക്ക് ഉണ്ട്, 1 yearന് 1 year സ്റ്റേ ബാക്ക് ഉള്ളൂ. Both IELTS are mandatory. Yes, both IELTS mandatory ആണ്. ഏകദേശം നമുക്ക് എത്ര എലിജിബിലിറ്റി പെർസെന്റേജ് വേണം? 50%. 50% മിനിമം. IELTSന് ഓവറോൾ ഒരു 6, ഒരു ബാൻഡ് 5.5 ആണെങ്കിലും they are accepted. ഒരു മിനിമം 6 മതി. അതെ. അയർലൻഡിൽ എത്ര വേണം നമുക്ക് IELTSല്? IELTS ഓവറോൾ 6.5ഉം ഇൻഡിവിജ്വൽ 6ഉം അക്സെപ്റ്റ് ചെയ്യുന്ന കോളേജസും യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ ഓവറോൾ 6ഉം ഇൻഡിവിജ്വൽ 5.5 അക്സെപ്റ്റ് ചെയ്യുന്ന കോളേജസ് ഉണ്ട്. അവിടെയാണ് നിയോന് ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. നിയോന് ഇതിന്റെ ടെൻഷൻസ് ഒന്നുമില്ല. നമുക്കൊരു 70% നമുക്കൊരു 12th അല്ലെങ്കിൽ നമുക്കൊരു ഗ്രാജുവേഷൻ ഒരു MOA വെച്ചിട്ട്, ഐ മീൻ ഒരു ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആണ് അവർ പഠിച്ചെങ്കിൽ നമുക്കൊരു MOA വെച്ചിട്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കാൻ പറ്റൂലേ? സോ ഡോണ്ട് യു ഫീൽ ദാറ്റ് ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്? ഇൻ ടേംസ് ഓഫ് ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങൾ തന്നെയാണെന്നുണ്ടെങ്കിൽ IELTS ഉള്ള സ്റ്റുഡൻസിന് UK ഒട്ടുമിക്ക ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഡ്മിഷൻ എടുക്കാൻ പറ്റും. സെക്കൻഡ്, IELTS ഇല്ല, പക്ഷേ CBSEയിലാണ് പഠിച്ചത്, ഒരു 70% എബവ് ഉണ്ടെന്നുണ്ടെങ്കിൽ, CBSE ICSEയിൽ 70% എബവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഇൻക്ലൂഡിങ് റസൽ ഗ്രൂപ്പായിട്ട് ഞാൻ പറയുന്നത് എടുക്കാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് സ്റ്റേറ്റ് ബോർഡ് എടുക്കുന്ന യൂണിവേഴ്സിറ്റീസ്. അത് റസൽ ഗ്രൂപ്പ് ഉണ്ടാകില്ല, ബട്ട് സ്റ്റിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും സ്റ്റേറ്റ് ബോർഡ് എടുക്കുന്നത്. അതിനും ചിലതിന് ടൈം ലിമിറ്റ് ഉണ്ട്. ലൈക്ക് ഗ്രാജുവേറ്റ് കഴിഞ്ഞിട്ട് ഒരു 10 അല്ലെങ്കിൽ 5 വർഷത്തിന് താഴെ ആയിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ ടൈം ലിമിറ്റ് ഉണ്ട്. സ്റ്റേറ്റ് ബോർഡിൽ 60% അല്ലെങ്കിൽ 70% ഉള്ള പിള്ളേർ എടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിൽ നിന്നുള്ള ലെറ്റർ, he or she was a bona fide student of our school bearing the registration number so and so and the medium of instruction she was taught in, പഠിപ്പിച്ച രീതി was in English എന്നും പറഞ്ഞിട്ട് അവർ ലെറ്റർ ഹെഡിൽ ഒരു ലെറ്റർ തരും. അവർ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ MOA വെച്ചിട്ട് കയറി പോകാൻ പറ്റും. ഇനി ഇതൊന്നും ഇല്ലാത്തൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഇന്റേണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ ഞാൻ അസസ് ചെയ്യണം, ലൈക്ക് റീഡിംഗ് ടെസ്റ്റ് ഇടും, ലിസണിങ് ടെസ്റ്റ് ഇടും, റൈറ്റിംഗ് ടെസ്റ്റ് ഇടും, അങ്ങനത്തെ കാര്യങ്ങൾ ഇട്ടിട്ട് ഞാൻ അസസ് ചെയ്യണം. അപ്പോൾ IELTS എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലോബലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ യൂണിവേഴ്സിറ്റി കയറാനുള്ള ഇംഗ്ലീഷ് അറിയാവോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. അത് പാസ്സാകാൻ വളരെ എളുപ്പമായിരിക്കും. And also the major part is like not only on the English waivers. അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് UK ഈവൻ വിസ പ്രോസസ് ലൈക്ക് ഇറ്റ്സ് വെരി ഫ്ലെക്സിബിൾ, റൈറ്റ്? ലൈക്ക് നമുക്കിപ്പോൾ അയർലാൻഡിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 3 months ahead എങ്കിലും നമുക്ക് ഫൈൽ ആണ് അല്ലേ? Jan is almost closed, right? Like you're no more doing Jan, already a good number of admissions you have done. So let's talk about that. Like starting from Neo, we'll move on to others. ഒരു വിസ ഇപ്പോൾ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ ആൾക്കാർ കാസിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഏത് മാസം വരെ നമുക്ക് വിസ ഫയൽ ചെയ്യാം ഫോർ Jan and Take? ഒരു ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ
വിത്തിൻ ഒരു 40-45 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് പരിപാടിയും തീർത്ത് വെക്കാം. ഓക്കെ. ഇപ്പോൾ ഫുള്ളി ഫണ്ടഡ് അല്ല, എഡ്യൂക്കേഷൻ ലോൺ നോക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഒരു 1 മന്ത് ഗ്യാപ്പ് വേണം, 2 മന്ത്സിൽ കാര്യങ്ങൾ തീർത്തെടുക്കാൻ പറ്റും. അപ്പോൾ സൈമൾട്ടേനിയസ്ലി ലോണിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, അഡ്മിഷൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ലോണിന് എങ്ങനെ പോലും ബാങ്കിങ്ങിന് ടൈം എടുക്കും. എങ്ങനെ പോയാലും ഒരു 1.5 അവിടെയാണ് ടൈം ലാഗ്. 2-3 സ്ഥലത്താണ് ടൈം ലാഗ് വരുന്നത്. ഒന്ന് ബാങ്ക് ലോൺ എടുക്കാനായിട്ട്, അതിന് സൈമൾട്ടേനിയസ് ആയിട്ട് പോകുന്നതാണ് ഓഫർ ലെറ്റർ എടുക്കാനും അതിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഇന്റർവ്യൂ എടുക്കാനും പിന്നെ ക്യാഷിന് റിക്വസ്റ്റ് ചെയ്യാനും. അതിന് സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതെല്ലാം കൂടെ വന്ന് മേജ് ആവുന്നതാണ് വിസ പ്രോസസ്സിങ്ങിൻ്റെ വരുന്നത്. ഈ വിസ ഫയൽ ചെയ്ത് കഴിഞ്ഞ് ബയോമെട്രിക്സിന് ഡേറ്റ് കിട്ടാനായിട്ട് ഏകദേശം 4-5 ദിവസം എടുക്കും. ആ 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കും VFS ഓഫീസ് എവിടെയാണോ അവിടെ ചെന്നിട്ട് പ്രയോറിറ്റി വിസ ആണെന്നുണ്ടെങ്കിൽ 5 ദിവസം കൊണ്ട് വിസ കിട്ടും. സൂപ്പർ പ്രയോറിറ്റി ആണെന്നുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് കിട്ടും. പക്ഷേ സൂപ്പർ പ്രയോറിറ്റി അങ്ങനെ അധികം ആൾക്കാർ എടുക്കാറില്ല. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നോർമൽ വിസ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ഡേയ്സ് ആണ്. ഈ 20 ഡേയ്സിന് ഉള്ളിലാണ് നിങ്ങൾക്ക് കയറി പോകേണ്ടതെന്നാണെന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി വിസ എപ്പോഴും എടുക്കുക. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ ഏകദേശം ഒരു 40-45 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ തീർത്ത് നമുക്ക് കയറ്റി വിടാൻ പറ്റും. UK അങ്ങനെ വിസ റിജക്ഷൻസ് കാര്യങ്ങൾ വളരെ 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 കുറവാണ്. അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ്സ് എ ഫോർജ്ഡ് ഡോക്യുമെന്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഞാൻ അഡ്വൈസ് ചെയ്യില്ലായിരിക്കും. കാരണം ആ ഒരു കാര്യം ഇപ്പൊ ഇമിഗ്രേഷൻ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന് കയറി പോകുമായിരിക്കും, ഇന്ത്യയിൽ നിന്ന് ചിലപ്പോൾ കയറി പോകും. പക്ഷെ അവിടുത്തെ ഇമിഗ്രേഷൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് 10 വർഷം ബാനാണ്. ഏത് UK നിന്നും ബാനാണ്. 10 വർഷത്തേക്ക് പിന്നെ UK കടക്കാൻ പറ്റില്ല. അപ്പൊ ഈ ബാൻ കിട്ടിയ ഒരു സ്റ്റുഡന്റ് വേറൊരു രാജ്യത്തെ എങ്ങാട് വെച്ചാലും പിന്നെ റിജക്ഷൻ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് സ്റ്റുഡൻസും എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. അങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് ചെയ്യരുത് എന്നുള്ളതും. പിന്നെ അങ്ങനത്തെ ഒരു ബാൻ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈലിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. Okay, got it. Coming to Ireland, so Ireland I could see that like at least ഒരു 3 months പ്രയോറിംഗിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഫയൽ ചെയ്യണം. അപ്പോൾ ജാനറ്റിക്കിന്റെ ഒരുപാട് കേസുകൾ പെൻഡിങ് ആണ്, റിസൾട്ട്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. സോ വാട്ട് യു സജസ്റ്റ് സ്റ്റുഡൻസ്, ലൈക്ക് നമുക്ക് എത്ര ടൈം കയ്യിൽ വേണം? ഒന്ന് ആപ്ലിക്കേഷൻ ആയിട്ട് ഓഫർ കിട്ടി, നമ്മൾ ഇനീഷ്യൽ ആയിട്ടുള്ള പേയ്മെന്റ് ഡെപ്പോസിറ്റ് എല്ലാം ചെയ്തു, അതിനുശേഷം ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം എത്ര സമയം മാറ്റി വെക്കണം? വിസയ്ക്ക് ശരിക്കും ഒരു 13 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് ബിഫോർ അവരുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു 13 വർക്കിംഗ് ഡേയ്സ് മുൻപാണെങ്കിൽ എങ്കിലും അവർ അപ്ലൈ ചെയ്തിരിക്കണം. സോ അതിനുശേഷം അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് മേ ബി അടുത്ത ഇൻടേക്കിലേക്ക് ഡെഫർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല ചിലപ്പോൾ റിസൾട്ട് വരത്തില്ല. നമുക്കിപ്പോൾ ഒരു ജാനറ്റിക്ക് വരുമ്പോൾ നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ വന്ന എങ്ങനെയാ വെച്ചാൽ ഒരു November 15th തന്നെ എല്ലാം ഫയൽ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് നമുക്ക് കുറച്ച് കേസുകൾ ഉണ്ട്. ലൈക്ക് ആ ഒരു കേസുകൾ എത്രത്തോളം ചാൻസ് ഉണ്ട് വിസ കിട്ടാനായിട്ട് നമ്മളിനി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ? ഫയല് ഈ മന്ത് എൻഡ് വരെ നമുക്ക് ടൈം ഉണ്ട്. ബട്ട് ഇപ്പൊ കൊച്ചിയിൽ ഇപ്പോൾ ഓൾറെഡി ബയോമെട്രിക്സിന്റെ ഡേറ്റ് ഓൾറെഡി ക്ലോസ്ഡ് ആണ്, ബാംഗ്ലൂർ ക്ലോസ്ഡ് ആണ്, ചെന്നൈ ക്ലോസ്ഡ് ആണ്. ഇനിയും നമ്മൾ ഹൈദരാബാദ്, ഡൽഹി അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ പോയി എടുക്കേണ്ടി വരും. സോ അങ്ങനെ സ്റ്റേറ്റിൽ നമുക്ക് ഈ ഒരു മന്തിനുള്ളിൽ കിട്ടുവാണെങ്കിൽ ഓക്കെ. കാരണം കാരണം 30 ഡേയ്സ് മുൻപെങ്കിലും ഫയൽ ചെയ്യണം എന്നാണ് വർക്കിംഗ് ഡേയ്സ്. പക്ഷെ നെക്സ്റ്റ് മന്ത് ക്രിസ്മസ് വരുന്നതുകൊണ്ട് ഒരു 10 ഡേയ്സ് എന്തായാലും യൂണിവേഴ്സിറ്റി വെക്കേഷൻ വരുന്നുണ്ട്. That is a very good point. Why? Because like that affects all these 3 countries, right? UK also there is a problem. അവിടെ ഒരു പ്രശ്നമുണ്ട്. So അപ്പോൾ ക്രിസ്മസ് ഓൾമോസ്റ്റ് 24th മുന്നേ എങ്കിലും ഒരു 23rd സെക്കൻഡ് വീക്ക്, ഒരു ഡിസംബർ സെക്കൻഡ് വീക്കിന്റെ ഉള്ളിൽ എല്ലാ പരിപാടിയും തീർത്തു വെക്കണം എന്നുള്ളതാണ്. Or else it's a long vacation, then this year is over. Fine. So good. So how about Canada? So Canada again ഭയങ്കര അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഫയൽ ചെയ്യേണ്ട വിസാസ് അറ്റ്ലീസ്റ്റ് ഒരു 3 months. അത്രയില്ല, എന്നാലൊരു 2 months ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമുക്ക് ഫയൽ ചെയ്യാം. പിന്നെ ചില സ്റ്റുഡൻസിന് ഭയങ്കര ലക്കാണ്, വിസ ഫയൽ ചെയ്ത് ഏകദേശം 10 ഡേയ്സിനുള്ളിൽ വിസ വരാറുണ്ട്. ചിലവർക്ക് മാത്രമേ ഒരു 1 month ഒക്കെ ടൈം എടുക്കുള്ളൂ. പക്ഷെ അവരുടെ ശരിക്കുള്ള ടൈം എന്ന് പറഞ്ഞാൽ ബയോമെട്രിക്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 15 ഡേയ്സിനുള്ളിൽ വിസ വരും. അതെ, അതുകൊണ്ട് നമുക്ക് അത്ര അധികം അതിനു വേണ്ടി കുറെ ടൈം നേരത്തെ ഫയൽ ചെയ്യണം എന്നില്ല. പക്ഷെ ഒരു 1 month പ്രയർ ആയിട്ട് ഫയലിംഗ് കംപ്ലീറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. നമുക്ക് ക്വിക്കായിട്ട് ഈ ഒരു ടൈം കുറയ്ക്കാൻ, അതായത് വിസ ഫയലിംഗ് ടൈം കുറച്ചിട്ട് പെട്ടെന്ന് വിസ കൊടുക്കാനായിട്ട് എന്തൊക്കെയാണ് ഒരു ചെക്ക് ലിസ്റ്റ് ഒരു സ്റ്റുഡന്റ് റെഡിയാക്കി വെക്കേണ്ടത്? ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് സ്റ്റുഡൻസിന്റെ അക്കാഡമിക് ഡോക്യുമെന്റ്സ്, അതുപോലെ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ്. ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് പറഞ്ഞാൽ ഇപ്പോൾ അയർലൻഡിന്റെ പോലെ ഒരുപാട് നമുക്ക് കാണിക്കേണ്ട, നമുക്ക് ITR വേണ്ട. നോർമൽ ഒരു CA വാല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് വിസയ്ക്ക് ഫയൽ ചെയ്യാൻ പറ്റും. അഫിഡവിറ്റ്, അങ്ങനെ കുറേ നിർബന്ധങ്ങളില്ല കാനഡയ്ക്ക്. ഒറ്റൊരു ഡോക്യുമെന്റ് ആണെങ്കിലും വി ക്യാൻ ഫയൽ ദ വിസ. ITR വേണോ, നിർബന്ധമാണോ രമ്യ? ആക്ച്വലി ITR വെക്കുന്നതാണ് നല്ലത്. നമ്മുടെ വിസ സക്സസ് റേറ്റ് കൂടാൻ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചാൽ സം കേസസിൽ വെക്കാണ്ട് നമ്മൾ കഴിഞ്ഞ ഇന്ത്യയിൽ സ്റ്റുഡൻസിനെ വിട്ടിട്ടുണ്ട്. ബട്ട് നമ്മളിത് വെക്കുവാണെങ്കിൽ അത്രയും ഫണ്ട് ഉണ്ടെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. ഫിനാൻഷ്യലി കുട്ടി ഏബിൾ ആണെന്നുള്ളത് കാണുമ്പോൾ കുറച്ചുകൂടി വിസ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ITR വെക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ലാസ്റ്റ് ഒരു 3 years ITR വെച്ചാൽ മതി.
Okay, great. How about you? ഇവിടെ ITR വേണ്ടൊന്നും വേണ്ട. ഫണ്ട് ഉണ്ടോ, പഠിക്കാൻ ക്വാളിഫൈഡ് ആണോ, കയറി പോവാ. Okay, so that's the advantage. മെയിൻ അഡ്വാൻറ്റേജ്. അതായത് നമുക്ക് വിസ ഫയലിങ്ങിന് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ CAS എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കിട്ടും. നമ്മുടെ ഫണ്ടും ചെക്ക് ചെയ്ത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് CAS എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കിട്ടും. ഈ CASന്റെ സ്റ്റേറ്റ്മെന്റ് എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സും പാസ്പോർട്ടും അങ്ങനെ കുറച്ച് ഡോക്യുമെന്റ്സ് മാത്രം വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വിസ ഫയൽ ചെയ്താൽ മതി. ITR വരുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. So that's why we are getting a lot of students for UK, I feel. അത് നമ്മുടെ കേരള മാർക്കറ്റിൽ കൂടുതലും ആൾക്കാരും ഈ ഒരു ഇതിനകത്ത് ലൈക്ക് എനിക്കിപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ ഇൻടേക്കിൽ എനിക്ക് ഏകദേശം ഒരു 50 to 70% സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ലോണാണ് നോക്കുന്നത്. സോ ഓൾറെഡി ഫണ്ടിങ്ങിന്റെ കാര്യം ഓൾറെഡി ലോൺ തരാന്നുള്ള അല്ലെങ്കിൽ ലോണാണ് ഏറ്റെടുത്തേക്കുന്നത്. And also the advantage is that like we are having a partnership with more than 20 banks. We can get quick offers. അതായത് നോൺ കൊളാട്രൽ ആണെങ്കിൽ നോൺ കൊളാട്രൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കൊളാട്രൽ ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെയായിരിക്കും Even up to 40 lakhs വരെ നമുക്ക് നോൺ കൊളാട്രൽ കൊടുക്കാൻ പറ്റും. That's an advantage. അപ്പോൾ ആ ഒരു എന്താ പറയുക സ്റ്റുഡൻസ് പ്രൊസീഡ് ചെയ്യുമ്പോഴത്തേക്കും ലോൺ ആണെന്നുണ്ടെങ്കിൽ ഫണ്ടിങ്ങിന്റെ പാർട്ട് കഴിഞ്ഞു. അഡ്മിഷന്റെ പാർട്ട് അവരുടേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് വെച്ച് തന്നെ അഡ്മിഷന്റെ പാർട്ട് കഴിഞ്ഞു. പിന്നെ ഒന്നുമില്ല, ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഒരു CAS വരും. CAS ചെയ്തിട്ട് നേരെ വിസയ്ക്ക് ഫയൽ ചെയ്താൽ മതി. വേറെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. So what are your old students saying now? Like, is there any cases where it was very difficult for you to get them in and they have got in, and now what are they doing at UK? ലൈക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻഷിപ്പായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു. ലൈക്ക് രണ്ടുപേരും ഒരുമിച്ച് പോകാൻ നോക്കിയതായിരുന്നു. ഒരാളുടെ ഒരു 10 ദിവസം ഗ്യാപ്പ് വന്നു ഏത് ലോൺ സാങ്ഷനായി കിട്ടാനായിട്ട്. ആ 10 ദിവസം ഗ്യാപ്പ് വന്ന സമയത്ത് ഈ കൂട്ടുകാരൻ്റെ ഓൾറെഡി CAS കയറി. CAS കയറി വിസ ഫയൽ ചെയ്തു. 10 ദിവസം ഗ്യാപ്പ് കൊണ്ട് ലാസ്റ്റ് ഡേറ്റ് അതായത് യൂണിവേഴ്സിൽ എത്തേണ്ടതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയി. പിന്നെ പ്രയോറിറ്റി വിസ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കയറി പോകേണ്ടി വരേണ്ടി വരും. മറ്റേത് നോർമൽ വിസയില്ല. അപ്പോൾ ഒരു പ്രയോറിറ്റി വിസ എന്ന് പറയുമ്പോൾ ഒരു ആഡഡ് സാധനമാണ്. അതായത് ഏകദേശം 65,000 എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് ലാസ്റ്റ് മൊമെന്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് പ്രയോറിറ്റി കൊടുക്കണം. അല്ല, വെയിറ്റ് ചെയ്യരുത് ഒരിക്കലും. ലൈക്ക് ഇപ്പോൾ UK പ്രോസസ്സ് എളുപ്പമായതുകൊണ്ടാണ് ഇപ്പം നമ്മളുടെ അല്ലെങ്കിൽ ഏതൊരു ഏജൻസി എന്തെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ടൈം ഉണ്ടാകില്ല. അതിപ്പോൾ പറഞ്ഞ പോലെ 20 ഒരു 15th ഒക്കെ കഴിയുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റീസ് ക്ലോസ് ചെയ്തു പോകും. പിന്നെ CASന്റെ പുറകെ പോയാൽ ആരും റെസ്പോണ്ട് ചെയ്യില്ല, അങ്ങനൊന്നും വരില്ല. പിന്നെ അടുത്ത ജനുവരി ഒരു 2nd വീക്ക് ആകുമ്പോഴത്തേക്ക് അവർ പിന്നെ തുറക്കുള്ളൂ. നവംബർ തന്നെ കംപ്ലീറ്റ് ചെയ്ത്. യെസ്. So coming to Ireland, like what are your students? I could see that there were a lot of students who have gone to like 10-15 agencies. Then finally they are coming to Remya and you are successfully doing. So what magic you are doing with them? So what are things you take care of the students? മെയിനായിട്ടും നമ്മൾ സ്റ്റുഡൻസ് ഇവിടെ പല ഏജൻസിയിലും പോയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അവർ റിജക്റ്റ് ചെയ്ത പ്രൊഫൈൽസ് നമ്മൾ എടുത്തിട്ട് വിസ കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ടും ലോൺ റിജക്റ്റ് ആയ സ്റ്റുഡൻസ് ഉണ്ട്, വീക്ക് പ്രൊഫൈൽസ് ഉണ്ട്, ഈവൻ ITR ഫയൽ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ വരുമ്പം എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത്, ഇപ്പോൾ പേരൻസ് ഫയൽ ചെയ്തില്ലെങ്കിലും സ്റ്റുഡൻറ്റ് വർക്കിംഗ് ആണെങ്കിൽ അവരുടെ വെച്ചാണെങ്കിലും ഫയൽ ചെയ്താൽ മതി. സോ നമ്മൾ അതിന് വേണ്ടിയുള്ള ഗൈഡൻസ്, അസറ്റ് വാലുവേഷൻ ആയിക്കോട്ടെ, ITR ആയിക്കോട്ടെ, അഫിഡവിറ്റ് സപ്പോർട്ട്, ഈ ഡോക്യുമെൻസിൻ്റെ എല്ലാം ഗൈഡൻസ് നമ്മൾ ഇനിഷ്യലി കൊടുക്കുന്നുണ്ട്, വിസ ടീം കൊടുക്കുന്നുണ്ട്. സോ അവർക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നല്ല രീതിയിൽ ഫോളോ അപ്പ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് വീക്കിലി തന്നെ നമ്മൾ 3 times ഒക്കെ സ്റ്റുഡൻസിനെ വിളിക്കുന്നുണ്ട്. സോ സ്റ്റുഡൻസ് ഒരു കാര്യങ്ങളും മിസ്സാവത്തില്ല. നമ്മൾ ഇനിഷ്യൽ കോളിൽ തന്നെ നല്ല രീതിയിൽ കൗൺസിൽ ചെയ്യുന്നു. Even I heard that like at night students are calling you at 10, 11, 12. Still you are attending their calls. So that is the kind of relationship you are having with your students. കാരണം ചില സ്റ്റുഡൻസ് വർക്കിംഗ് ആണ്. അപ്പോൾ ആ ടൈമിൽ അവർക്ക് പേഴ്സണൽ കോൾസ് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ചിലപ്പം അവർ വർക്ക് ചെയ്യുന്നിടത്ത് അവർക്ക് അറിയത്തില്ല, ലൈക്ക് ഇങ്ങനെ പുറത്ത് പോകുന്ന കാര്യം അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. സോ അങ്ങനത്തെ കോൾസ് അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരോട് ചോദിക്കും, ചേച്ചി രാത്രി വിളിച്ചോട്ടേന്ന് ചോദിക്കും. സോ ഞാൻ ഓക്കെ പറയും. ആഫ്റ്റർ വർക്കിംഗ് അവേഴ്സ് ആണെങ്കിൽ ലൈക്ക് സ്റ്റുഡൻസ് വരുമ്പോഴത്തേക്കും സ്റ്റുഡൻസിന്റെ ഒരു സ്നേഹം, അതായത് അവരുടെ ഡ്രീം ആയിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഇൻ UK ഏജന്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റുഡൻസിന് എടുക്കുകയുള്ളൂ. ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കയറി പോകാനുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെ അവരുടെ ഡ്രീമിലേക്ക് അല്ലെങ്കിൽ അവർക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കോഴ്സിലേക്ക് അവർക്ക് എത്തിച്ചുപെടാൻ പറ്റുമ്പോഴത്തേക്ക് അവരുടെ അതായിട്ടുള്ള സന്തോഷമാണ്. അങ്ങനത്തെ രീതിയിൽ. How about like you are very much in touch with most of the students? Kind intake ഒരുപാട് സ്റ്റുഡൻസ് അവിടെ പോയി, they have been sending you videos. How they are doing right now in Ireland? എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവർക്കും പാർട്ട് ടൈം ജോബ് കിട്ടിയിട്ടുണ്ട്. ഈവൻ ആഫ്റ്റർ സ്റ്റഡീസ് എല്ലാവരും തന്നെ പ്ലേസ്ഡ് ആണ്. ആർക്കും തന്നെ ജോബ് കിട്ടാതെ ഇരുന്നിട്ടില്ല. ചെന്ന ഉടനെ ജോബ് കിട്ടത്തില്ല. 2 months കഴിഞ്ഞ് എല്ലാവരും തന്നെ പ്ലേസ്ഡ് ആണ്. എൻ്റെ ഫസ്റ്റ് ഇൻടേക്ക് തൊട്ടുള്ള സ്റ്റുഡൻസ് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അവരിപ്പോഴും
ഇപ്പോഴും എനിക്ക് റെഫറൻസ് തരുന്നുണ്ട് ലൈക്ക് അവരുടെ ഫ്രണ്ട്സിനെയും കസിൻസിനെയും. കാരണം നമ്മൾ ഇനിഷ്യലി ഉള്ള സർവീസ് അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ഒരുപാട് ഏജൻസി പോയിട്ട് അവർ പറഞ്ഞു അവരെ മിക്ക ഏജൻസീസും ലൈക്ക് ഫോളോ അപ്പ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. സോ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ടിൽ വിസ കിട്ടിയതിന് ശേഷം ആയാലും അവിടെ ചെന്നിട്ടുള്ള സർവീസ് ആഫ്റ്റർ പിക്കപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അക്കോമഡേഷൻ അസിസ്റ്റൻസ്, ഈവൻ പാർട്ട് ടൈം ജോബ് അസിസ്റ്റൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ചില ഏജൻസീസ് സ്റ്റുഡൻസ് അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ലൈക്ക് അവർക്ക് ഒരു പുതിയ കൺട്രി പോവാണ്, ഓഫർ കഴിഞ്ഞ് വിസ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ തിരിഞ്ഞു നോക്കത്തില്ല. ബട്ട് ലൈക്ക് ഓവർ ഹിയർ വി ടേക്ക് കെയർ ഓഫ് ദം ലൈക്ക് ഈവൻ പോസ്റ്റ് അറൈവൽ ഓൾ ദി നീഡ്സ്. ആൻഡ് നമുക്ക് ഓൾറെഡി സ്റ്റുഡൻസിന് നെറ്റ്വർക്ക് ഉണ്ട് അവിടെ, വി ആർ കണക്ടിങ് ദം. ആൻഡ് യു ഹാവ് എ വെരി ഗുഡ് നെറ്റ്വർക്ക് ഇൻ അയർലാൻഡ്. ദാറ്റ്സ് സംതിങ് സോ ഗ്രേറ്റ്. How about Canada? Like, so Canada, meanwhile we talk, already you have done few successful visas for this Jan intake, like, and also next intake also, right? Like in September intake also you have like a lot of numbers. So what you see, like, ഈ September intake Canada, ഇനിയിപ്പോൾ എന്തായാലും Jan intakeലേക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഇനി അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് intake വരുന്നത് നെക്സ്റ്റ് September intake ആണ്. So almost all the universities are open, colleges are also open. So what do you want to tell to all those confused students out there, in, especially കാനഡയ്ക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ റൂമേഴ്സ് കേട്ടതുകൊണ്ട് ഇപ്പോൾ UK വേണോ ഇല്ലെങ്കിൽ അയർലാൻഡ് വേണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ അവരോട് അഞ്ജലിക്ക് എന്താണ് പറയാനുള്ളത്? ലൈക്ക് ഒരു കൺട്രി ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ പെർസ്പെക്റ്റീവ് ആണ്. ലൈക്ക് അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാനഡ പോവാം, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് അവർ പോവണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മിസ്കൺസെപ്ഷൻ കാരണം അങ്ങനെ അവർക്ക് തോന്നുന്നത് എവരിതിങ് ഈസ് സേഫ് ദേർ, റൈറ്റ്? യെസ് യെസ് യെസ്, എല്ലാം സേഫ് ആണ്. ഇപ്പോൾ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് സ്റ്റുഡൻസിന് ഇപ്പോൾ വിസ വരും. ഇപ്പോൾ വിസയ്ക്ക് ഒരു ഡിലേ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്ത്. SGS കാറ്റഗറി മാറിയ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇനി ജനറൽ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ടൈം ഗ്യാപ്പ്, അതെ, ഒരു മന്ത് മുൻപേ ഒക്കെ നമ്മൾ ഫയൽ ചെയ്യേണ്ടി വരും. അത് മാത്രമേ ഒരു ഇഷ്യൂ ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം സേഫ് ആണ്. സ്റ്റുഡൻസിന് അവിടെ പോയാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ത്രൂ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അവർക്ക് ചൂസ് ചെയ്യാം. ലൈക്ക് കാനഡ എന്തുകൊണ്ടും ചൂസ് ചെയ്യാം, നല്ലൊരു കൺട്രി ആണ്. ഓക്കെ, ഇനിയും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും സ്റ്റുഡൻസിന്. ഇപ്പോൾ ലൈക്ക് ഇത് കാണുന്ന ആൾക്കാർക്ക് സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ട് ഉണ്ട്. ഇപ്പോഴും കുറേ കാര്യങ്ങൾ കാനഡയെ പറ്റി ചോദിക്കാനുണ്ട്, അയർലാൻഡിനെ പറ്റി ചോദിക്കാനുണ്ട്, UK പറ്റി ഒബ്വിയസ്ലി ഒരുപാട് പേർക്ക് ചോദിക്കാനുണ്ടാവും. അങ്ങനെ ചോദിക്കുന്ന പിള്ളേർ ഇതിൽ കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് റെസ്പോൺസ് ഡയറക്റ്റ്ലി കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇവൻ നൈറ്റ് ഒരു 12 മണിക്ക് ഒരു കമന്റ് കിട്ടിയാലും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്.